മൂൺ ഗോഡസിന്റെ അടുത്തൊന്നും ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. അത് ഉറപ്പായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ മൂൺ ഗോഡസ് ആയിട്ട് ഒരു വീഡിയോസും ഒന്നും തന്നെ, യാതൊരു തരത്തിലുള്ള കൊളാബറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നെങ്കിലും അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അഗെയിൻ. வாழ்க்கை போகுதே മൂഞ്ചിയേ മൂഞ്ചി 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 മൂഞ്ചുതേ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ സ്വന്തം പ്രിയങ്കരിയായ മൂൺ ഗോഡ്നെസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ചേച്ചി അനിത ചേച്ചിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വരെ കേസെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ സ്ഥിതിക്ക് ചേച്ചിയെ പറ്റിയിട്ട് 2 വാക്ക് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും എന്താണിത്, ഏതാണെന്നൊന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ചുരുക്കി ഓടിച്ച് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ മൂൺ ഗോഡ്നെസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബൊട്ടിക്കാണ്. 4 മില്യണ് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. അതായത് 40 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. ബോട്ടാണോ എന്താ ദൈവത്തിനറിയാം. എന്തായാലും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ നിന്നും പൈസകൾ വാങ്ങും. അതായത് ആൾക്കാർ കുറഞ്ഞ വിലയിൽ വാവ് വണ്ടർഫുൾ ക്വാളിറ്റി സാധനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്ത് 3 മാസത്തിൽ തരാന്ന് പറയും. 3 വർഷമായാലും കിട്ടാത്ത അവസ്ഥയാണ് ആൾക്കാർക്ക്. ഇനി കിട്ടിയ ഒരു വളരെയധികം ചുരുക്കം. ഇനി കൂടുതലുമായിട്ട് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും പിന്നെ അല്ലാറ ചില്ലറ കൈതട്ടിപ്പോയി ഡെലിവറി ആയ കുറച്ച് ആൾക്കാർ മാത്രമല്ലാണ്ട് നേരെ ആർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. മറ്റേ ഇതിന് നൂലുകെട്ടിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടിയന്തരമായാലും കിട്ടൂല. അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് സാധനം. എന്നിട്ട് മറ്റേ വേറൊന്ന് ഫാസ്റ്റ് ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടാ. 10,000-15,000 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഡെലിവറിയിൽ സാധനം വീടെത്തും. അല്ലാത്ത പക്ഷെ എത്തൂല. എന്തായാലും പോട്ടെ. അങ്ങനെ ഓൺലൈൻ ബൊട്ടിക്കാണ് ഈ മൂൺ ഗോഡ്നെസ്. ഈ മൂൺ ഗോഡ്നെസ് തേച്ച് 480 പേര് ഇവർക്കെതിരെ കൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പരാതി കൊടുക്കുകയും അതിനെതിരെ തുടർന്ന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരെ കാലാകാലങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആഷ്വി മലയാളത്തിലെ ആഷി വന്നിരുന്ന് മെഴുകുന്ന ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. റീസെന്റ് അവരുടെ ചാനലിൽ നിന്നും, അതായത് ആഷിയുടെ ചാനലിൽ നിന്നും ഈ മൂൺ ഗോഡ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സകലമാന വീഡിയോസും മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേറൊന്നും കൊണ്ടല്ല. കാരണം മൂൺ ഗോഡ്നെസ് തേപ്പാണെന്ന് എയറിലാണെന്ന് മനസ്സിലാക്കി ആഷി നൈസായിട്ട് മുക്കി. നമ്മൾ ഈ കളിയിലില്ലേ, നമ്മൾ പറഞ്ഞെല്ലാം തിരിച്ചെടുത്ത് ഈ ഒരു സെറ്റപ്പിലാണ്. എന്തായാലും കുറച്ച് ദിവസം മുന്നേ ചെയ്ത വീഡിയോ കാണാം. നമുക്ക് അത് കാണാമല്ലോ. ഇനിയിപ്പം പുതിയതായിട്ടും ഇല്ല, കിടന്നത് നിങ്ങൾ മുക്കുകയും ചെയ്ത്. എന്തായാലും നമ്മൾ കണ്ടെത്തിയത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഒരു 10 വർഷമായി ഞാൻ എന്റെ സോഷ്യൽ മീഡിയ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലും വീഡിയോസ് ഇടുന്ന മെയിൻ ആയിട്ട് ബ്യൂട്ടി ഫാഷൻ ആണ് കേട്ടോ എന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി കൊളാബറേഷൻസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ മാസം ഞാനൊരു 60ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 കൊളാബാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൊളാബിന്റെ പൈസയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക് കോണ്ടന്റ് റൺ ചെയ്യുന്നത്. ബാക്കി 58 വീഡിയോസിന്റെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഡെഫിനറ്റ്ലി അതിന് എനിക്ക് കൊളാബ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതി ഞാൻ ഒരു ആപ്പുകൾ, അതായത് ഇപ്പൊ ഒരുപാടുണ്ടല്ലോ ഈ ബെറ്റിംഗ് ആപ്പുകൾ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ആപ്പുകൾ ഉണ്ട്. അതുപോലെ വൈറ്റനിങ് പ്രോഡക്ട്സ് ഉണ്ട്, ഇൻടേക്ക് പ്രോഡക്ട്സ്, ഇതിനൊക്കെ നല്ല പൈസ കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി ഞാൻ ബ്രാൻഡ്സ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല നല്ല ബ്രാൻഡ്സ്, അതുപോലെ തന്നെ അത് ഞാൻ സ്വയം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് ആ ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൊളാബറേഷനിൽ പെയ്ഡ് ആയിട്ടുള്ള കൊളാബറേഷൻ ആണോ ആശി കൊച്ചിൻ്റെ അടുത്ത് ഞാനെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ. ആശി കൊച്ചി എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടും എല്ലാം യൂസ് ചെയ്തിട്ടും എല്ലാം ഓർഡർ ചെയ്തിട്ടും ഒക്കെ ആണെന്നല്ലോ പറയുന്നത്. അപ്പൊ ഈ മൂൺ ഗോഡ്നെസ്സുമായി ബന്ധപ്പെട്ട് ആശി കൊച്ചി ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. അതിന്റെ പൊന്നു കൊച്ച തള്ളാതെ നാട്ടുകാർക്ക് ഇവിടെ 3 മാസത്തിന് കിട്ടാന്ന് പറഞ്ഞ് 3 വർഷമായാലും കിട്ടാതെ ആൾക്കാർ കിടന്ന് വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ്. കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കടിക്കുന്ന പട്ടിയ വാങ്ങിയ അവസ്ഥയാണ്. എന്നിട്ട് ആശി കൊച്ചി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് തള്ളിയിട്ടുള്ള മൂൺ ഗോഡ്നെസ്, വായിൽ വഴക്കം വരുന്നില്ല, മൂൺ ഗോഡ്നെസ്സിനെയാണ്. അതാണ് അതിന്റെ വേറൊരു വാസ്തവം. എന്റെ പൊന്നാശി കൊച്ചെ, നീ ഇങ്ങനെ കിടന്ന് തള്ളി മറിക്കാതെ കണ്ടുകൊണ്ടേയിരിക്കുന്ന നമ്മള് പൊട്ടന്മാരല്ല. വേണമെങ്കിൽ ഞാനൊരു സബ് സാധനം കൊടുക്കാം, അപ്പൊ തന്നെ കൊച്ചിന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വെബ്സൈറ്റ് ഒരു ഡിസൈനറിന്റെ മേടിച്ചിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അനീതിയാണ്. അപ്പൊ അതിൽ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു, ഹേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി എന്താ ചെയ്യേണ്ടത്. അതിനകത്ത് മെജോറിറ്റി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ ചിലത് അവളുടെ സാമ്പിൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അയച്ചിട്ട് അതും ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു എന്താ വേണ്ടത്. അപ്പൊ അതിലെ കമന്റ്സ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഓഡിയൻസിനോട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത് ഇപ്പം ഒരു സ്ത്രീ തുടങ്ങിയ സംരംഭം, അത് ഞാൻ കാണുന്നതാണ് എഫേർട്ട്. പിന്നെ അതിന്റെ ഡിലേ എന്ന് പറയുന്നത് അതിൽ കറക്റ്റ് വർക്കിംഗ് ഡേയ്സ് മെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയപ്പോ ഞാൻ ഇവളോട് ചെയ്യുന്ന തെറ്റാണോ. ഒരു സ്ത്രീ തുടങ്ങിയ സംരംഭം അല്ലേ? സ്ത്രീകൾ ഉടായ്പ് സംരംഭം തുടങ്ങി കഴിഞ്ഞാലും പോയി പ്രൊമോട്ട് ചെയ്യോ?
എൻ്റെ പൊന്നാശി നീ ഇത് തള്ളി മറിക്കാതെ. കൊച്ചു നീ ഇത് ഇങ്ങനെ തള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഇതെവിടെ പോയി ഇടിച്ചിരിക്കും? നാട്ടുകാർ മൊത്തം ഇവർക്കെതിരെ ഇറങ്ങിയിരിക്കുകയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറിന്റെ അടുത്ത് കേസ് വരെ എത്തി. 480 ഇത്ര പേര് പരാതിയും കൊടുത്തിരിക്കുന്നു. ഇനി പരാതി കൊടുക്കാത്തത് ആയിരക്കണക്കിന് കവിഞ്ഞ ആൾക്കാർ വേറെ. ഇതിൻ്റെയൊക്കെ ഇടയിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുള്ള ലക്ഷങ്ങളാണ്. സമയത്തിന് സാധനം കൊടുക്കില്ല, കുറേ സമയം ആൾക്കാർ പിന്നെ വിടും. ഇങ്ങനെ മൈൻഡ് ചെയ്യാത്തവരെ പിന്നെ ഇവര് സാധനവും കൊടുക്കൂല, അങ്ങനെ ഉള്ളത് അങ്ങ് പോവും. അങ്ങനെ എത്ര ലക്ഷം രൂപയായിരിക്കും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെടുത്തിട്ടുള്ള. കൊച്ചിന് ഇത് വല്ല അറിയാവോ? കൊച്ചു വന്നിരുന്ന് അങ്ങ് തള്ളി മറിക്കുകയാണ് സ്ത്രീ ചമ്പരം പരമ്പരയെന്ന്. പൊന്നടാവേ റീസെന്റ് ഞാൻ വലിയ കാര്യം ചെയ്തു അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്റെ മനസ്സമാധാനത്തിനും അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ 10 വർഷം നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എത്തിക്സ് ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് എല്ലാ കാലവും ഈ കരിയർ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു എത്തിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് ഒന്നാം തരം എത്തിക്സ് ആയിപ്പോയി. ഈ കരിയർ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ എത്തിക്സ് എന്ന് പറയുന്ന സാധനം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അല്ലാണ്ട് കവടങ്ങൾ നടത്തുന്ന ഇതിനെയൊക്കെ പിടിച്ച് പ്രൊമോട്ട് ചെയ്ത് കയറ്റി വിടുന്നതല്ല. പിന്നെ സകലമാന സാധനങ്ങൾ എനിക്ക് ഇങ്ങനെ കൊളാബ് കിട്ടുന്നതല്ലെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടാതെ ഇരിക്കൂല. അതുകൊണ്ട് ചുമ്മാ കിടന്നങ്ങോട്ട് തള്ളി മറിക്കണ്ട. അതുകൊണ്ട് കൊച്ചു തള്ളുമ്പം കേട്ടുകൊണ്ടിരുന്ന പൊട്ടന്മാരെ പോലെ വായും വളർന്നിരിക്കാൻ കുറെ പേര് കാണാം. പക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ കൂട്ടല്ല കേട്ടാ. കൊച്ചെല്ലാം കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് അയ്യോ ഞാൻ എല്ലാം പ്രൊമോട്ട് ചെയ്യണം, എനിക്ക് മാസത്തിൽ 1-2 പ്രൊമോഷൻ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇതൊന്നും തള്ളരുതേ. ഇത് ചിലവന്മാര് ഒരുമാതിരി വാങ്ങാൻ പ്രൊമോഷൻ ചെയ്യും. ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ അവന്മാര് സൂപ്പർ വണ്ടർഫുൾ അമേസിംഗ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യും. അവിടെ പോയി തിന്നുമ്പോഴേക്കും പട്ടിക്ക് പോലും കൊള്ളാത്ത അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാര് പൈസ വാങ്ങിച്ചിട്ട് സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് നൈസായിട്ട് മുങ്ങും. അതും കണ്ടുകൊണ്ട് വിശ്വസിച്ച് അവിടെ പോയി വിടുന്ന ആൾക്കാരെന്ത് ചെയ്യും? മൊഞ്ച്. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കൊച്ചേ മക്കള് കുറേ ഇരുന്ന് അങ്ങോട്ട് തള്ളല്. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാൻ നോക്ക്. പിന്നെ ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള മൂൺ ഗോഡ്നെസ്സിനാണല്ലോ പ്രൊമോട്ട് ചെയ്ത് തള്ളിക്കൊണ്ടിരുന്നത്. പിന്നെ വീഡിയോ എന്തിനു മുക്കിയത്? എന്ത് പറ്റി? നാട്ടുകാർ ഈ സാധനം കിട്ടല്ല എന്ന് പറയുന്ന കള്ളോന്നാ കൊച്ചു വിചാരിച്ചത്? പൊന്നുമോളെ ഇനി വേറൊരു ടൈപ്പ് കോണ്ടന്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്മോൾ ബിസിനസ് ആയിട്ടും ബുട്ടീക്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 50, 60, 70ഓളം ബുട്ടീക്സ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാവും. സ്മോൾ ബിസിനസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാവും. ഇവരായിട്ട് ആരുമായിട്ടും ഞാൻ 1 രൂപ പോലും പേയ്മെന്റ് മേടിക്കാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു 1-2 ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് മോഡലിംഗ് വർക്ക് ആയിട്ടോ അത് യൂട്യൂബ് വീഡിയോ ആയിട്ട് പണ്ട് എപ്പോഴും ചെയ്തിട്ടുള്ള 1-2 ഉണ്ടാവും. എന്നാലും എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ 99% വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ടും ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. എഗെയിൻ ഇതും ഞാൻ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലല്ല പറയണത്. ഇറ്റ്സ് ജസ്റ്റ് ഗിവിംഗ് ബാക്ക് എന്ന് പറയില്ലേ. ഇതെല്ലാം വുമൺ ഓൺടർപ്രണേഴ്സ് ആണ്. അപ്പൊ നമുക്കിതൊരു സപ്പോർട്ടും ആണ്. പ്ലസ് എനിക്കും നല്ലൊരു നമ്മള് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചെറുകുടിൽ വ്യവസായത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നുപോലെയാണ് സ്ത്രീ സംരംഭകരെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ എനിക്കും ചെറിയൊരു ബെനിഫിറ്റ് ആണ്. എന്റെ പൊന്നു വെച്ച തള്ളാതെ. ഓക്കെ, നീ എന്തെന്ന് വെച്ചാൽ ചെയ്. പിന്നെ മൂൺ ഗോഡ്നെസ്സിന്റെ വീഡിയോ എല്ലാം മുക്കിയെന്ത്? എനിക്ക് അതാണ് അറിയേണ്ടത്. തള്ളുമ്പോ മയത്തി തള്ള, അല്ലെ നാട്ടുകാർ പിടിച്ച് ഏറി കയറ്റി വിടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂൺ ഗോഡ്നെസ്സിന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു. അത് ഞാനാണ് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത്. എനിക്ക് ഒരിക്കലും നേരത്തെ എനിക്ക് വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ഒന്നും കിട്ടാറില്ല. അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനെക്കാട്ടും മുന്നേ മൂൺ ഗോഡ്നെസ്സിന്റെ വീഡിയോയിൽ പറഞ്ഞു കേട്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ഇത് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോ എല്ലാവരുടെയും പ്രോഡക്ട്സ് കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതല്ലാണ്ട് എനിക്ക് വേണ്ടി ഒരു തുണി കഷ്ണം പ്രത്യേകമായിട്ട് ഉണ്ടാക്കി അത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരിക്കലും. അമേസിംഗ്. വീണ്ടും സപ്പോർട്ട് വാരി കോരി ഒഴുക്കുകയാണ് സുഹൃത്തുക്കളെ. 3 മാസത്തിൽ സാധനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് 30 കൊല്ലമായാലും കിട്ടാതിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മൾ ഇതിനാ ഓർഡർ ചെയ്യണത്. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യത്തിന് നമ്മൾ സാധനം ഓർഡർ ചെയ്യും. അതൊക്കെ 3 മാസം എന്ന് പറയുന്നുണ്ട്. 3 മാസം വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ 3 മാസത്തിന്റെ ഒരു കാലയളവിൽ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നാൽ 3 മാസം കഴിഞ്ഞ് 30 മാസം കഴിഞ്ഞാൽ കിട്ടാത്ത വന്ന അവസ്ഥ കൊച്ചെന്ത് ചെയ്യും? എന്നാടോ നിനക്ക് നേരത്തെ കിട്ടിയെന്ന് വെച്ചാൽ എല്ലാവർക്കും നേരത്തെ കിട്ടുന്നില്ല. അതാണ് അവിടുത്തെ വിഷയം. പിന്നെ കിട്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു വെച്ച് നീ 480 എത്ര പേര് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നിനക്കെല്ലാം പറയണ്ട. അതിനെ പറ്റിയിട്ട് എല്ലാം പറയണ്ടെന്ന് നീ പറ. വന്നിട്ട് ന്യായീകരിച്ച് മെഴുകാതെ നമുക്കൊരു പഴയ അനിത ചേച്ചിയായിട്ടുള്ള ഇന്റർവ്യൂലോട്ട് പോവാം. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും
അവള് ബുക്ക് ചെയ്യും എന്നുള്ളതാണ്. എന്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സാമ്പിൾസ് എന്റെ സാമ്പിൾസ് എന്ന് വെച്ചാൽ ഞാൻ സെല്ല് ചെയ്യാറില്ല. ഞാൻ ഇടുന്ന സാമ്പിൾസ്, അതായത് ഞാൻ അത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെയും ഞാൻ അതൊരു 5 മിനിറ്റ് ഇടുന്നുള്ളെങ്കിൽ കൂടെയും ഞാൻ ഇട്ട ഒരു സാധനമാണ്. അതായത് ഞാൻ ആ ഇടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇത്രയും ചൂടിനുള്ളിൽ നോക്കുമ്പോൾ നമ്മൾ വേർക്കും. അപ്പൊ ഞാൻ ഇട്ടൊരു സാധനം നിങ്ങൾ അത് എന്തൊക്കെ ഇതിന്റെ പേരിലാണെങ്കിൽ ഞാനത് സെല്ല് ചെയ്യില്ല. അതൊരു കസ്റ്റമറിന് പോലും ഞാനത് വിൽക്കൂല. അത് എനിക്ക് എത്ര നഷ്ടം വന്നാലും അത് ഞാൻ ആദ്യം എടുത്തൊരു തീരുമാനം തന്നെയാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്താ പറയാ ഡ്രസ്സ് ഇടും ബാക്കിൽ പിൻ കുത്തി വെച്ചിട്ട് ആ ഡ്രസ്സ് ഊരി അവരെല്ലാം വീഡിയോയ്ക്ക് വിട്ടങ്ങൊക്കെ നടന്നിട്ട് അത് കസ്റ്റമർക്ക് വിൽക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്ന സാമ്പിൾസ് എന്റെ കറക്റ്റ് അളവ്. ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നതിലും ഭേദം അങ്ങനെയുള്ള സാമ്പിൾ വിൽക്കുന്നതായിരുന്നു നല്ലത് കേട്ടോ. സീരിയസ്ലി പറയാം, ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചും മൂഞ്ചിച്ചും ജീവിക്കുന്നതിലും കാലം ആ ഇട്ടിരുന്ന സാമ്പിളെങ്കിലും ഓർഡർ ചെയ്ത ആൾക്ക് കൊടുക്കാമായിരുന്നു. മൂൺ ഗോഡ്നെസ്, എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പൊ തേഞ്ഞില്ലേ, കേസായി. ഇനി അവിടെ പോകണം, ഞരങ്ങണം, പിന്നെ ഈ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കണം. എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്ത് ഓർഡർ ചെയ്തിട്ട് സാധനം കിട്ടാത്ത എല്ലാവരും രംഗത്ത് വരണം. എല്ലാവരും കേസ് കൊടുക്കണം. കാരണം കേസ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ തന്നെ ജയിക്കും. കോടതിയിൽ കയറി ഇറങ്ങിയാലും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നിങ്ങൾ ചെലവാക്കിയ കാശ് ഉൾപ്പെടെ തിരിച്ചു കിട്ടും. പക്ഷെ കുറച്ച് മെനക്കെടണം. അതിന് മെനക്കെടാൻ തയ്യാറായിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങണം. അങ്ങനെ എല്ലാവരും നിങ്ങൾ തന്നെ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ട് ഗ്രൂപ്പ് തുടങ്ങി നിങ്ങളെല്ലാവരും ചർച്ച ചെയ്ത് ഒരുമിച്ച് പോയി കേസൊക്കെ കൊടുത്ത് വെടലാക്കി തേച്ചൊട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ മൂൺ ഗോഡ്നസ് പോലുള്ള ഫാത്തിസ് ഡിസൈൻ അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട്, എല്ലാം കൂട്ടിക്കെട്ടി തേഞ്ഞൊട്ടും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഇത്രേ പറയാനുള്ളത്. നിങ്ങളൊക്കെ അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മോശം അനുഭവം ഒന്നും ഉണ്ടായില്ല, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ഒരു 90% എബോവ് സ്ത്രീകൾക്കാണ് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ മുന്നോട്ട് പോയിട്ട് കേസ് കൊടുത്ത് തക്കതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.